ലെറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വീട്ടിൽ ഒരമ്മ എല്ലാ ജോലികളും സ്വയം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ഭർത്താവിൻ്റെ കാര്യങ്ങൾ, ഇൻലോസിൻ്റെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്തോറും അവർക്ക് സന്തോഷമായിരുന്നു. ഒരു ദിവസം അവർക്ക് തീരെ ക്ഷീണം തോന്നി തളർന്നു കിടന്നു. മകൾ ചോദിച്ചു, ഇന്നെന്താ അമ്മേ കിടക്കുന്നത്? മകൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മയൊന്നും മിണ്ടിയില്ല. ദയനീയമായി മക്കളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്തിനാ അമ്മ ഇത്ര കഷ്ടപ്പെട്ടെല്ലാം ചെയ്തത്? ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും സഹായിക്കുകയില്ലായിരുന്നു. മകൻ വീണ്ടും പറഞ്ഞു, ഇല്ല മോനെ, ഇതൊക്കെ എൻ്റെ കടമയാണ്. ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല. അതെ, പല വീടുകളിലും അമ്മ സ്പെഷ്യലായി ഒന്നും ചെയ്യുന്നില്ല എന്ന് സങ്കല്പിക്കാറുണ്ട്. പക്ഷേ അമ്മ സ്വയം ഒരിക്കൽ പോലും ഞാൻ ചെയ്യുന്ന ജോലിക്ക് വാല്യൂ കൊടുക്കാറുമില്ല. കൊടുക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷേ ഭൂരിഭാഗവും കൊടുക്കാതിരിക്കും. അപ്പോഴായിരിക്കും കുട്ടി ചോദിക്കുന്നത്, എന്തിനാ അമ്മേ ഇങ്ങനെ കിടന്ന് പണി ചെയ്യുന്നത്? ഇങ്ങനൊരു ചോദ്യം നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മക്കളോ, പങ്കാളിയോ? അത് അച്ഛന്മാരുടെ കാര്യമാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലാതെ അമ്മമാർ മാത്രമല്ല, രണ്ട് കൂട്ടരും അങ്ങനെ പണിയുന്നവരുണ്ട്. ഓർമ്മിക്കുക, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവനവന് നന്ദി പറയാനായിട്ട് തിരിച്ചറിയുക, അവനവന് വാല്യൂ കൊടുക്കാനായിട്ട് തിരിച്ചറിയുക. ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ അവനവന് വാല്യൂ കൊടുത്തില്ലെങ്കിൽ പിന്നെ മറ്റാരാ വാല്യൂ കൊടുക്കുന്നത്? അവനവനെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാര് സന്തോഷിപ്പിക്കാനാണ്? ആലോചിച്ച് നോക്കുക. നമ്മൾ നമുക്ക് വേണ്ടി എത്രയേറെ പ്രയത്നിക്കുന്നുവോ, നമ്മളെ സന്തോഷിപ്പിക്കുവാനായിട്ട് നമ്മൾ എത്രയേറെ പ്രയത്നിക്കുന്നുവോ, അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ വീട്ടിൽ സന്തോഷം വർദ്ധിക്കുക. വാടിത്തളർന്ന് കിടക്കുന്ന അച്ഛനെയോ അമ്മയോ അല്ല മക്കൾക്കിഷ്ടം. സന്തോഷത്തോടെ കുടുംബത്തിലെല്ലാവരും കൂടി ഒത്തൊരുമയോടെ കഴിയുന്ന ഒരു വീട്ടിലെ അന്തരീക്ഷമാണ് മക്കൾക്കും ഇഷ്ടം. ജോലികൾ പങ്കുവയ്ക്കാം. നോ പറയേണ്ടിടത്ത് നോ പറയാം, യെസ് പറയേണ്ടിടത്ത് യെസ് പറയാം. കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെയും പറയാം, ഞാൻ എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, ഞാൻ എനിക്ക് വാല്യൂ കൊടുക്കുന്ന വ്യക്തിയാണ്. അതെ, ലോകം നിങ്ങളെ വിലമതിക്കാത്തത്, നിങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങളെ വിലമതിക്കാത്തത് കൊണ്ടാണ്. പ്രശ്നം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. മറ്റൊരാളെ അല്ല കുറ്റം പറയേണ്ടത്. നിങ്ങൾക്കാരെങ്കിലും വില തന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് വില കൊടുത്തിട്ടില്ല, അത്ര തന്നെ. ഇന്ന് നമുക്കൊരു പ്രാക്ടീസ് ആവാം. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയൂ, ഞാൻ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും വാല്യൂ ഉണ്ട്. എൻ്റെ സമയമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിന് നന്ദി. ഞാൻ എൻ്റെ സമയത്തിന് വാല്യൂ കൊടുക്കുന്നു, എൻ്റെ എഫോർട്ടിന് വാല്യൂ കൊടുക്കുന്നു. ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന് വാല്യൂ കൊടുക്കുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വിദ്യാഭ്യാസം നേടിയത്, അതിനും ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചുമ്മാതിരിക്കാൻ കഴിയില്ല. ആക്ഷൻ എടുക്കുക. നിങ്ങൾ ഇന്ന് ചെയ്ത 5 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതിന് താങ്ക്സ് പറയുക. നിങ്ങൾക്ക് എത്ര വില കൊടുക്കുന്നുണ്ട്? സ്വയം ചോദിക്കുക. ഇടയ്ക്കൊക്കെ ഈ ചോദ്യം ചോദിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. ഐ സീ മൈ വാല്യൂ. അതെ, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം, ഐ സീ മൈ വാല്യൂ. നിങ്ങൾക്ക് വില കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ വില കൊടുത്തെങ്കിൽ മാത്രമേ മറ്റാരും വില കൽപ്പിക്കുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. രാത്രിയിൽ കുഞ്ഞുങ്ങളെയും ഈ പാഠം പരിശീലിപ്പിക്കുക.